ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടൂത്ത് ഫയൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ജെ സിയുടെ സിലബസിൽ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ അകത്ത് നമ്മുടെ തേർഡ് മോഡ്യൂളുണ്ട്. തേർഡ് മോഡ്യൂളിൽ എന്താണ്? ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ്. എന്താണ് തേർഡ് മോഡ്യൂളിൽ? ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്. ഇപ്പോൾ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ് എന്നതാണ് നമ്മുടെ ജെ സിയുടെ സിലബസിൽ തേർഡ് മൊഡ്യൂൾ. അതാണ് നമ്മൾ ജെ സി ഐ ഡെയിലി സ്റ്റഡി പ്ലാനിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബേസിലുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ബാങ്കിങ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഹിസ്റ്ററി? ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഫേസസ് ഉണ്ട് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന് എത്ര ഫേസസ് ആണുള്ളത്? 3 ഫേസസ് ആണുള്ളത്. 3 ഫേസസ് ഏതൊക്കെയാണ്? ഒന്ന്, ദ പ്രീ ഇൻഡിപെൻഡൻസ് ഫേസ് ബിഫോർ 1947, 1947 മുമ്പുള്ള പ്രീ ഇൻഡിപെൻഡൻസ് ഫേസും. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1947 മുതൽ 1991 വരെയുള്ള സെക്കൻഡ് ഫേസും. ദെൻ മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഫേസ് 1991 ആൻഡ് ബിയോണ്ട്. 1991 മുതൽ മുന്നോട്ടുള്ളതാണ് മൂന്നാമത്തെ ഫേസ്. അങ്ങനെ 3ആയിട്ടാണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 3 ഫേസസ്? പ്രീ ഇൻഡിപെൻഡൻറ്റ് ഫേസ് ബിഫോർ 1947 ആൻഡ് സെക്കൻഡ് ഫേസ് ഫ്രം 1947 ടു 1991, തേർഡ് ഫേസ് 1991 ആൻഡ് ബിയോണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം കമൻസ് ചെയ്തത് ഏത് ബാങ്കിൻ്റെ വരവോടുകൂടിയാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കൽക്കട്ടയിൽ 1770 എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തത് 1832. അപ്പോൾ എന്താണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കമൻസ് ചെയ്തത് എന്നാണ്? 1770. എവിടെയാണ്? കൊൽക്കട്ടയിലാണ് കമൻസ് ചെയ്തത്. അലക്സാണ്ടർ ആൻഡ് കമ്പനി ആയിരുന്നു അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നത്. അലക്സാണ്ടർ ആൻഡ് കമ്പനിയാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്റ്റാർട്ട് ചെയ്തത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അതിൻ്റെ വർക്കിംഗ് സീസ് ചെയ്തത്, സ്റ്റോപ്പ് ചെയ്തത് എന്നാണ്? 31/3/1832 സ്റ്റോപ്പ് ചെയ്തത്. 600-ൽ കൂടുതൽ ബാങ്കുകൾ ആ സമയത്ത് ഫോം ചെയ്തെങ്കിലും വളരെ കുറച്ച് ബാങ്കുകൾ മാത്രമാണ് സർവൈവ് ചെയ്തുള്ളൂ. കൂടുതൽ ബാങ്കുകളും അൺസക്സസ്ഫുൾ ആവുകയാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് മേജറായിട്ടുള്ള അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ബാങ്കുകൾ എന്ന് പറയുന്നത് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1786 സ്റ്റാർട്ട് ചെയ്ത് 1791 എന്ത് ചെയ്തു? അതിൻ്റെ പ്രവർത്തനം നിർത്തി. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ ഔത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഔത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ്. എന്താണ്? ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്കാണ് ഔത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്. 1881 ഫൈസാബാദിലാണ് ഔത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. 1957 അത് എന്ത് ചെയ്തു? അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ദെൻ മെയിൻ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ബാങ്കുകൾ, ഒന്നാമത്തെ ബാങ്ക് അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്ക് 1865 സ്റ്റാർട്ട് ചെയ്തത്. അതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ആയിരുന്നു. 2020 ഏപ്രിൽ 1 എന്ത് ചെയ്തു? ഈ അലഹബാദ് ബാങ്ക് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയായിരുന്നു. അത് ഏത് ബാങ്കിലാണ് മെർജ് ചെയ്തത്? ഇന്ത്യൻ ബാങ്കിൽ മെർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നാണ് ഇന്ത്യൻ ബാങ്കിൽ മെർജ് ചെയ്തത്? 1 ഏപ്രിൽ 2020 അലഹബാദ് ബാങ്ക് ഏത് ബാങ്കിൽ മെർജ് ചെയ്തു? ഇന്ത്യൻ ബാങ്കിൽ മെർജ് ചെയ്തു. ദെൻ സെക്കൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1894 ലാഹോർ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഫുള്ളി ഇന്ത്യൻസ് ഓൺ ചെയ്ത ബാങ്കായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫൗണ്ട് ചെയ്തത് ലാല ലജ്പത് റോയ്. ദെൻ പിന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ 1906. ബാങ്ക് ഓഫ് ഇന്ത്യ 1906 ദെൻ ബാങ്ക് ഓഫ് ബറോഡ എന്നാണ് 1908 ഫോം ചെയ്തത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വഡോദരയാണ്. ദെൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1911 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിലേക്കാണ്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഫോം ചെയ്തത്?
ഫസ്റ്റ് ബാങ്ക് ഓഫ് കൽക്കട്ട എന്നാണ് ഫോം ചെയ്തത്? 2 ജൂൺ 1806 ബാങ്ക് ഓഫ് കൽക്കട്ട ഫോം ചെയ്തത്. അതിനുശേഷം അത് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് 1809 റീനെയിം ചെയ്തു. ദെൻ ബാങ്ക് ഓഫ് ബോംബെ 15 ഏപ്രിൽ 1840 1840 ബാങ്ക് ഓഫ് ബോംബെ ഫോം ചെയ്തു. ബാങ്ക് ഓഫ് മദ്രാസ് 1843 1 ജൂലൈ 1843 1843 ബാങ്ക് ഓഫ് മദ്രാസും ഫോം ചെയ്തു. ഈ 3 പ്രസിഡൻസി ബാങ്ക്സ്, ഈ 3 ബാങ്കുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രസിഡൻസി ബാങ്ക്സ് എന്നാണ്. ഈ 3 ബാങ്കുകളും കൂടെ ചേർന്നിട്ട് അതിനെ ലയിപ്പിച്ചുകൊണ്ട് 27 ജാനുവരി 1921 11.25 crore ക്യാപിറ്റലായിട്ട് ഏത് ബാങ്ക് ഫോം ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ 3 പ്രസിഡൻസി ബാങ്ക്സ് കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഏത് ബാങ്ക് ഫോം ചെയ്തത്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. നമ്മുടെ ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ഫോം ചെയ്തത് 1 ജൂലൈ 1955 ആക്ട് 8 ഓഫ് മെയ് 1955 ആക്ട് 8 പ്രകാരമാണ് 1 ജൂലൈ 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായി മാറിയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ബാങ്ക് വേണം എന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഗോർവാല ചെയർമാനായിട്ടുള്ള ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്ത് ഇന്ത്യക്ക് എന്ത് വേണം? ഒരു സ്റ്റേറ്റ് ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത്. അതിൻ്റെ ബേസിലാണ് 1921 ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തത്. 1955 എന്തായിട്ട് മാറി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ എന്ന് പറയുന്നത് ബ്ലൂ കീ ഹോൾ ലോഗോയാണ്. 1971 ആ ലോഗോ ഡിസൈൻ ചെയ്തത് ആരാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് അത് ഡിസൈൻ ചെയ്തത്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് എസ് ബിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജോൺ മത്തായി ആണ്. ദെൻ ഫസ്റ്റ് വുമൺ ചെയർമാൻ അരുന്ധതി ഭട്ടാചാര്യയാണ് ഫസ്റ്റ് വുമൺ ചെയർമാൻ. ദെൻ 2008 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? അക്വയർ ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ RBIയുടെ സ്റ്റേക്ക്, SBIയുടെ സ്റ്റേക്സ് RBIയിലുള്ളത് ആര് അക്വയർ ചെയ്തു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്തു. ദെൻ ടാഗ് ലൈൻ, SBIയുടെ ടാഗ് ലൈൻസ് ഏതൊക്കെയാണ്? SBIയുടെ ടാഗ് ലൈൻസ് ആണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നത് SBIയുടെ ടാഗ് ലൈനാണ്. SBI കാർഡ് മേക്ക് ലൈഫ് സിമ്പിൾ എന്നുള്ളത് ടാഗ് ലൈനാണ്. SBI യോനോ ലൈഫ് സ്റ്റൈൽ ബാങ്കിങ് ഡോനോ, ഇത് 3ഉം SBIയുടെ ടാഗ് ലൈൻസ് ആണ്. സ്ലോഗൺ ഓഫ് SBI നാഷൻ ബാങ്ക് ഓഫ് അസ്, ദ ബാങ്ക് ടു എവറി ഇന്ത്യൻ, ബാങ്ക് ഓഫ് ദ കോമൺ മാൻ, വിത്ത് യു ഓൾ ദ വേ, ഇതെല്ലാം SBIയുടെ സ്ലോഗനാണ്. ദെൻ SBI ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തൊക്കെയാണ്? ഫ്ലോട്ടിംഗ് ATM, ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM, ദെൻ ഡ്രൈവ് അപ്പ് ATM, ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ, സെക്കൻഡ് ടോക്കിംഗ് ATM ഇൻ ഇന്ത്യ, ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ബ്രാഞ്ച് എവിടെ? നേപ്പാളിൽ. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് SBI ആണ്. ദെൻ മെർജർ ആൻഡ് അക്വിസിഷൻ ഓഫ് SBIയുടെ മെർജറും അക്വിസിഷനും. SBIയുടെ മെർജറും SBIയുടെ അക്വിസിഷൻസും ആണ്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1959 ഗവൺമെൻറ് എന്ത് പാസ്സാക്കി? SBI സബ്സിഡറി ബാങ്ക് ആക്ട്. SBIക്ക് സബ്സിഡറി ബാങ്ക്സ് പെർമിറ്റഡ് ആണ് എന്നുള്ള ഒരു ആക്ട് പാസ്സാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്നാണ്? 1959. അങ്ങനെ 8 ബാങ്കുകൾ എന്ത് ചെയ്തു? SBIയുടെ സബ്സിഡറീസ് ആയിട്ട് വന്നു. ഏതൊക്കെയാണ് 8 ബാങ്കുകൾ എന്ന് പറയുന്നത്? ജയ്പൂർ, ബാങ്ക് ഓഫ് ജയ്പൂർ, ബാങ്ക് ഓഫ് ബിക്കനേർ, സൗരാഷ്ട്ര, ഹൈദരാബാദ്, മൈസൂർ, ട്രാവൻകൂർ, ഇൻഡോർ, പാട്യാല. ഇങ്ങനെ 8 ബാങ്കുകൾ എന്ത് വന്നു? SBIയുടെ സബ്സിഡറി ആയിട്ട് വന്നു. 1963 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ, ഈ 2 ബാങ്കുകളും കൂടെ ചേർന്ന് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ എന്ന ബാങ്ക് ഫോം ചെയ്തു. 1969 SBI എന്ത് ചെയ്തു? SBI അക്വയർ ചെയ്തു ബാങ്ക് ഓഫ് ബീഹാറിനെ. SBI 1969 അക്വയർ ചെയ്തു. 1970 SBI ഏത്? നാഷണൽ ബാങ്ക് ഓഫ് ലാഹോർ അക്വയർ ചെയ്തു. 1975 കൃഷ്ണറാം
ബൽദോ ബാങ്ക്, കൃഷ്ണറാം ബൽദോ ബാങ്കിനെ 1975 എസ് ബി ഐ അക്വയർ ചെയ്തു. ദെൻ 1985 എസ് ബി ഐ ഏത് ബാങ്കിനെയാണ് അക്വയർ ചെയ്തത്? കൊച്ചിൻ ബാങ്കിനെ എന്ത് ചെയ്തു? മെർജ് ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ മെർജ് ചെയ്തു. ഓൺ 13 ഓഗസ്റ്റ് 13 2008 ഓഗസ്റ്റ് 13 എസ് ബി ഐ മെർജ് ചെയ്ത് ഏത് ബാങ്കിലാണ് എസ് ബി ഐ മെർജ് ചെയ്തത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര എവിടെ മെർജ് ചെയ്തു? എസ് ബി ഐയിൽ മെർജ് ചെയ്തു. ദെൻ 27 ഓഗസ്റ്റ് 2010 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ എവിടെ മെർജ് ചെയ്തു? എസ് ബി ഐയിൽ മെർജ് ചെയ്തു. ദെൻ 1 ഏപ്രിൽ 2017 ഏപ്രിൽ 1 മഹിളാ ബാങ്ക് ആൻഡ് 5 അസോസിയേറ്റ്സ് ബാങ്ക്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എസ് ബി ഐയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെർജ് ചെയ്തു. ഏതായിരുന്നു 5 അസോസിയേറ്റ് ബാങ്ക്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബെക്കനീർ ആൻഡ് ജയ്പൂർ ആൻഡ് ഹൈദരാബാദ്, പാട്യാല. ഈ 5 ബാങ്കുകളും ദെൻ മഹിളാ ബാങ്കും കൂടെ കൂടിയിട്ട് എവിടെ മെർജ് ചെയ്തു? എസ് ബി ഐയിൽ മെർജ് ചെയ്തു. അങ്ങനെ എല്ലാ എസ് ബി ഐയുടെ എല്ലാ സബ്സിഡറി ബാങ്ക്സുകളും എസ് ബി ഐയിൽ തന്നെ മെർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എസ് ബി ഐയുടെ ഫോർമേഷനും സബ്സിഡറി ബാങ്ക്സും അതിൻ്റെ മെർജേഴ്സും ആണ് ഈ ടോപ്പിക്കിൽ എടുത്തിരിക്കുന്നത്. ദെൻ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ, ഇമ്പീരിയൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, മെർജേഴ്സ്, സബ്സിഡറി ബാങ്ക്സ്, ഇത്രയുമാണ് ഇതിൽ കണ്ടന്റ് എടുത്തിരിക്കുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.